പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ വളഞ്ഞിട്ട് മർദ്ദിച്ച കേസ് പോലീസ് അട്ടിമറിക്കുകയാണോ? പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രതിക്കൂട്ടിലുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളിലും പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവാഹ സംഘത്തിൽപ്പെട്ടവരെ പോലീസ് മർദ്ദിച്ച സമയവും വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാണ്. ആക്രമണത്തിന് ഇരയായവരെ പ്രതി ചേർക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ട്. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിലുള്ളവരെ പോലീസ് അകാരണമായി തല്ലിച്ചതച്ചത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ബാറിനുള്ളിൽ സംഘർഷമുണ്ടാക്കിയവരെ തടയാനാണ് പോലീസ് എത്തിയതെന്നാണ് ഒരു എഫ്ഐആറിൽ ഉള്ളത്. മർദ്ദനമേറ്റവരുടെ പേരുവിവരങ്ങൾ ഇതിലില്ല. പോലീസിന്റെ ഈ എഫ്ഐആർ പ്രകാരം ബാറിന് മുന്നിലെ സംഘർഷം രാത്രി 11:15 എന്നാൽ മർദ്ദനമേറ്റ ശ്രീജിത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലുള്ള എഫ്ഐആറിൽ 11 മണിക്കാണ് മർദ്ദനമേറ്റതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമയത്തിന് പുറമെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിലും വ്യത്യാസമുണ്ട്. മർദ്ദനമേറ്റ ശ്രീജിത്തും ഭാര്യയും സുഹൃത്തും ബാറിന് മുന്നിലെ റോഡിൽ നിൽക്കുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. സംഘർഷം അറിയാതെയാണ് സ്ഥലത്തെത്തിയെന്നും പോലീസ് പറയുന്ന ബാറിലെ സംഘർഷത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ശ്രീജിത്തും ഭാര്യയും പറയുന്നു. അതേസമയം ബാറിന്റെ പ്രവർത്തന സമയം കഴിഞ്ഞും ശ്രീജിത്തിനോടൊപ്പം വന്ന സുഹൃത്തുക്കൾ ബാറിൽ കയറിയതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇവർ ബാറിൽ നടന്ന സംഘർഷത്തിൽ ഉണ്ടായതായി ദൃശ്യങ്ങളിലില്ല. ഇതോടെയാണ് കേസ് അട്ടിമറിക്കാൻ പോലീസ് ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന് പരാതിക്കാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.